ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഷാനിക്കാൻ്റെ കൊളീഗ്സ് എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ എല്ലാവരും കൂടി വയനാട്ടിലേക്ക് ഒരു ട്രിപ്പാണ്. വയനാട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് പൂജാരീസ് ഫിഷ് ലാൻഡിലാണ്. മൈസൂരിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണിത്. ഇവിടെ മെയിനായിട്ട് മാംഗ്ലൂരിയൻ സ്റ്റൈൽ ഡിഷസ് ആണ്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ്. യുണീക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും പിന്നെ ഒരുപാട് വിൻറ്റേജ് കാർസും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഫുഡും അടിപൊളിയാണ്, പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫൈനലി ഞങ്ങൾ വയനാട്ടിലെത്തി. വയനാട് മേപ്പാടിയിലുള്ള റിൽവുഡ്സിലാണ് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ട് തന്നെ ആയിരുന്നു. അങ്ങനെ ഈ ഒരു ഗോർജിയസ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. അപ്പോൾ റൂമിൻ്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ഈ ഒരു റൂം ഉള്ളത്. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റവും ഒന്നും പറയാനില്ല. അത്രയും നീറ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 out of 10 തന്നെ കൊടുക്കാം. അത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. ഈവൻ ബാത്റൂം ഓൾസോ വളരെ നീറ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാ ഐറയൊക്കെ ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബാൽക്കണിയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുൾ ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഒരു വ്യൂ ഒക്കെ ഞാൻ രാവിലെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയും പൂൾ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഐറോനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അവൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല രസമാണ് നൈറ്റ് ടൈമിൽ ഈ ഒരു പൂൾ സൈഡിൽ ഇരിക്കാനും പൂളിൽ ഇറങ്ങാനൊക്കെ. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിങ്സും പിന്നെ ഒരു ആംബിയൻസും ഒക്കെയാണ് ഇവിടെ. അങ്ങനെ നമ്മളെ ഡിന്നർ ടൈമായി. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ചിരുന്നത് റിസോർട്ടിൽ തന്നെ ആയിരുന്നു. ചിക്കൻ പനീറൊക്കെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് അത്ര ഭയങ്കര അടിപൊളിയൊന്നുമല്ല, ഒരു നോർമൽ. കാരണം നമ്മൾ വയനാട്ടിലൊക്കെ ഒരുപാട് അടിപൊളി റെസ്റ്റോറൻറ്റ്സും നല്ല ടേസ്റ്റി ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് വയനാട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ആ ഒരു എന്താ പറയുക, അത്ര ഒരു അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും ഈ ഒരു ആംബിയൻസിലിരുന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് എൻജോയ് ചെയ്തു.
പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട്ടിൽ ഒരുപാട് നാച്ചുറൽ വണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാട്ടർഫോളിലേക്ക് എത്തും. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾ എന്ന് പറയാം. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിതാ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബാൽക്കണിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്തൊക്കെ പോയി. പൂക്കോട് പോയി, പിന്നെ ഹണി മ്യൂസിയത്തിൽ പോയി, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നെക്സ്റ്റ് വ്ളോഗ് ആക്കിയിട്ടിടാം. ഈ ഒരു വീഡിയോയിൽ റിസോർട്ടിലെ വിശേഷങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അങ്ങനെ അന്നേ ദിവസത്തെ ഒരു നൈറ്റാണ് നമ്മൾ വീണ്ടും റിസോർട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ വീണ്ടും വന്ന് എല്ലാവരും പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. This one's good, no? Nice video. Okay. Making a video. We'll take a picture. हाँ. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ. വളരെ മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. ഷാനിഖാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത്. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. എന്താ പറയുക, ഈ ഒരു സ്റ്റേക്കേഷൻ വളരെ രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ചെറിയൊരു വിശ്രമം വേണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ തികച്ചും അനുയോജ്യമായൊരു ഡെസ്റ്റിനേഷനാണിത്. എനിക്ക് തോന്നുന്നു ഈ ഒരു റിസോർട്ട് പകലുള്ളതിനെക്കാട്ടും ഭംഗിയാണ് ഈ ഒരു രാത്രി സമയത്ത്. അതായത് ഒരുപാട് ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമാണ്. അപ്പോൾ എന്താ, ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്ന ഷാനിബ്.